സോഷ്യൽ മീഡിയയിൽ എന്നെക്കുറിച്ച് വ്യാപക വ്യാജ പ്രചരണങ്ങൾ നടക്കുകയാണ്. വലിയ രീതിയിലുള്ള വ്യാപക വ്യാജ പ്രചരണങ്ങൾ. പിന്നിൽ എൻ്റെ എതിരാളികളാണ്. ഒറ്റപ്പെട്ടിരുന്ന എതിരാളികളൊക്കെ കൂട്ടമായി നിന്നുകൊണ്ട് എന്നെ ആക്രമിക്കുന്നു. ഒറ്റക്കുള്ള എന്നെ കൂട്ടം കൂടി ആക്രമിക്കുന്ന എതിരാളികളെ കാണുമ്പോൾ വല്ലാത്ത പുച്ഛം തോന്നുന്നു. ആണത്തമില്ലാത്തതിൻ്റെ, തൻ്റെ ഇടമില്ലാത്തതിൻ്റെ, ആർജവമില്ലാത്തതിൻ്റെ, ഒറ്റ തന്തക്ക് പിറക്കാത്തതിൻ്റെ ആ മുഖം ആ എതിരാളികളിൽ എനിക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എന്തായാലും ഒരടി ഞാൻ പിന്നിലോട്ട് പോകില്ല, യാതൊരു സംശയവും വേണ്ട. സോഷ്യൽ മീഡിയയിൽ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ചാനലിൽ ശ്രീ സാജൻ സ്കറിയ എന്നെക്കുറിച്ച് വളരെ മോശമായ പരാമർശങ്ങൾ നടത്തി. അദ്ദേഹത്തിന്റെ കയ്യിൽ എൻ്റെ ഒരു വീഡിയോ ഉണ്ട് എന്ന് പറയുന്നു. ഓക്കെ, ഉണ്ടായിക്കോട്ടെ, ആ വീഡിയോ കയ്യിൽ വെച്ച് പുഴുങ്ങി തിന്നോളൂ. വിഷയം അതല്ല. എനിക്ക് പറയാനുള്ളത്, ഖാദർ കരിപ്പൊടിയെ നിങ്ങൾ വിമർശിക്കുമ്പോൾ എൻ്റെ മതത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിമർശിച്ചത് എന്തിനാണ്? നിങ്ങൾ പറയുന്നുണ്ട് ഖാദർ കരിപ്പൊടി ഇസ്ലാമിന്റെ വക്താവാണ്. ആ ഇസ്ലാമിന്റെ വക്താവായിട്ടുള്ള ഖാദർ കരിപ്പൊടിക്ക് തെറ്റ് സംഭവിച്ചിരിക്കുകയാണ്, ഇസ്ലാമിനാണ് ദോഷം സംഭവിച്ചിട്ടുള്ളത് എന്നാണ് നിങ്ങൾ പറയുന്നത്. സാജൻ സ്കറിയയോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇസ്ലാമിന്റെ വക്താവാകാൻ ഞാൻ മതപണ്ഡിതനാണോ? ഞാൻ എപ്പോഴാ ഇസ്ലാമിന്റെ വക്താവായിട്ടുള്ളത്? ഇസ്ലാമിന്റെ വക്താവ് എന്ന് പറയുന്നത് ഇസ്ലാമിനെ കുറിച്ച് ദീർഘമായി പഠനം നടത്തി, അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള ചർച്ചകൾ നടത്തി, കൃത്യമായ ജ്ഞാനവും ബോധവും ഉള്ളവനാണ് ഇസ്ലാമിന്റെ വക്താവ്. അല്ലാതെ ഞാൻ ഇസ്ലാമിന്റെ വക്താവല്ല. എന്നെ ഉദ്ധരിച്ചുകൊണ്ട് സംഘികൾക്ക് വേണ്ടിയിട്ട് കുഴലൂത്ത് നടത്താൻ, അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാമിനെ മുന്നിൽ പിടിക്കേണ്ട. ഞാൻ നിങ്ങളെ ആക്രമിച്ചിട്ടുണ്ട് എങ്കിൽ ആ ആക്രമണ ശൈലി തന്നെയാവണം എനിക്ക് നേരെ വരേണ്ടത്. സാജൻ സ്കറിയയുടെ മതം പറഞ്ഞിട്ട് ഞാൻ ഇന്നിതുവരെ സാജൻ സ്കറിയെ ആക്രമിച്ചിട്ടില്ല. സാജൻ സ്കറിയ പറയാണ് ഖാദർ കരിപ്പൊടിയുടെ ഒരു വലിയ വീഡിയോ കയ്യിലുണ്ട് എന്ന്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ എൻ്റെ വീഡിയോ ഇരിക്കട്ടെ. അതെന്റെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും അതൊക്കെ നിങ്ങൾ ചെയ്യുക. ഖാദർ കരിപ്പൊടിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാനും ചെയ്യാം. നിങ്ങൾ വീഡിയോ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ അയച്ച സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ വ്യാജ പ്രചരണം നടത്തരുത് എന്ന്? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ വളരെ കൃത്യമായി എനിക്ക് പറയാനുള്ളത് കേൾക്കൂ എന്ന്? നിങ്ങൾ എൻ്റെ കോൾ എടുത്തോ? നിങ്ങൾ എനിക്ക് തിരിച്ചു വിളിച്ചോ? ഇല്ലല്ലോ. ഗൂഢാലോചനയുണ്ട് എന്ന് പറഞ്ഞ് ചില ചിത്രങ്ങൾ നിങ്ങൾക്ക് നൽകിയില്ലേ? നിങ്ങൾ ആ ചിത്രത്തെ കണക്കിലെടുത്തോ? ഇല്ലല്ലോ. നിങ്ങൾ എന്താ പറഞ്ഞത്? ഈ വാർത്തയോടുകൂടി എല്ലാം അവസാനിച്ചു എന്നല്ലേ? എന്നാൽ അവസാനിച്ചിട്ടില്ല. എനിക്ക് പറയാനുണ്ട്. നിങ്ങൾ പറയുന്നു ഖാദർ കരിപ്പൊടി പെൺവാണിഭം നടത്തി എന്ന്. ഏത് പോലീസ് സ്റ്റേഷനിലാണ് ഖാദർ കരിപ്പൊടിക്കെതിരെ ഒരു പരാതി ഉള്ളത്? ഏത് പെൺവാണിഭമാണ് ഖാദർ കരിപ്പൊടി നടത്തിയിട്ടുള്ളത്? എന്തടിസ്ഥാനത്തിലാണ് പെൺവാണിഭമെന്ന് നിങ്ങൾ വിളിച്ചുകൂവി പറഞ്ഞത്? എന്തടിസ്ഥാനത്തിൽ? ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ഖാദർ കരിപ്പൊടിക്കെതിരെ FIR ഉണ്ടോ പെൺവാണിഭത്തിന്റെ പേരിൽ? എന്തിനാണോ ഇതുപോലെയുള്ള വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നത്? നിങ്ങൾക്ക് ആരോ വിളിച്ചു എന്ന് പറഞ്ഞില്ലേ എനിക്ക് വേണ്ടിയിട്ട് ഏതോ ഒരു പ്രമുഖൻ? ഞാൻ ആരെക്കൊണ്ടും നിങ്ങൾക്ക് വിളിപ്പിച്ചിട്ടില്ല. അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ ഏതെങ്കിലും രീതിയിൽ വന്നതായിരിക്കാം. ഞാൻ വിളിപ്പിച്ചിട്ടില്ല, അതിന്റെ ആവശ്യവും എനിക്കില്ല. നിങ്ങളോട് ഒരു കാര്യം പറയുകയാണ്, എന്നെ ആക്രമിച്ചോളൂ. പക്ഷേ എൻ്റെ പേരില് എൻ്റെ മതത്തെ നിങ്ങൾ ചൂഷണം ചെയ്യാൻ വന്നാലുണ്ടല്ലോ, അതൊന്നും നോക്കി നിൽക്കാൻ തൽക്കാലം ഞാൻ തയ്യാറാവില്ല. ഇസ്ലാമിന്റെ മറവിൽ പെൺവാണിഭം എന്ന് പറയുന്നു, ഒരു എവിഡൻസും ഇല്ലാതെ നിങ്ങളുടെ കയ്യിൽ ഇനി എൻ്റെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട, എൻ്റെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ കയ്യിലുണ്ട് എങ്കിൽ അത് എൻ്റെ സ്വകാര്യതയല്ല, ഏതെങ്കിലും ഒരു പെണ്ണിനെ പീഡിപ്പിച്ചതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് ആ പെൺകുട്ടി പരാതിപ്പെടാത്തത്? ഈ നിമിഷം വരെ, നിങ്ങൾ വാർത്ത ചെയ്യുന്ന നിമിഷം വരെ എന്തുകൊണ്ടാണ് ആ പെൺകുട്ടി ഇതുവരെയായിട്ടും ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു ഉദ്യോഗസ്ഥന്റെ മുന്നിൽ പരാതിപ്പെടാത്തത്? കാരണം എൻ്റെ പരാതി ഉള്ളത് കൊണ്ടാണ്. ആ പരാതിയിൽ FIR ഉള്ളത് കൊണ്ടാണ്. ആ പരാതിയിൽ കൃത്യമായ നടപടികൾ നടക്കുന്നു എന്നുള്ള കാരണം കൊണ്ട് തന്നെയാണ്. വരില്ല അവരാരും. ഇനി വന്നാൽ തന്നെ വരട്ടെ, ഞാൻ കണ്ടോളാം. നിങ്ങള്
മറ്റതൊന്നും കാണിച്ച് ഖാദർ കരിപ്പൊടിയെ നിലക്ക് നിർത്താനൊന്നും നിങ്ങൾ വരണ്ട. ഉദുമ പീഡന കേസുമായി ബന്ധപ്പെട്ട ചില ആളുകൾ, അതിലെ പ്രതികൾ ആസൂത്രിതമായ ഒരു പ്രചരണം അഴിച്ചുവിടുകയാണ്. പ്രതികളെ അനുകൂലിച്ചു നിൽക്കുന്നവർ വലിയ രീതിയിൽ എനിക്കെതിരെ പ്രചരണം അഴിച്ചുവിടുന്നു. അല്ലയോ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളൊക്കെ എന്ത് കണ്ടിട്ടാണ് എനിക്കെതിരെ ഇങ്ങനെ പ്രചരണം അഴിച്ചുവിടുന്നത്? പറയേണ്ടതുണ്ട്. കാരണം ഞാൻ നിങ്ങൾക്കെതിരെ വാർത്ത കൊടുത്തത് 18 പേരിൽ ഒരാളായിട്ടുള്ള നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ നിങ്ങളുടെ പേര് പറയുന്ന ദൃശ്യം കണ്ടുകൊണ്ട് തന്നെയാണ് ഉദുമ പീഡനം ഞാൻ വളരെ വ്യക്തമായി റിപ്പോർട്ട് ചെയ്തത്. ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഒരടി പിന്നിലോട്ട് പോകില്ല. പേടിപ്പിക്കാമെന്ന് വിചാരിച്ചോ? ആരെയാണോ നിങ്ങൾ വിരട്ടുന്നത്? ഖാദർ കരിപ്പൊടിയാണോ വിരട്ടുന്നത്? ഒരു വിരട്ടലും ഏൽക്കില്ല. പണി തരേണ്ട സമയത്ത് തരേണ്ടതുപോലെ ഇതിനൊക്കെ തരാൻ ഖാദർ കരിപ്പൊടിക്കറിയാം. ഇനി എന്നെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ നഗരപ്രദേശത്ത് തന്നെയുണ്ട്. ആണൊരുത്തന്മാരുണ്ടെങ്കിൽ വാ, നമുക്ക് കാണാം. ഇനി നിയമത്തിന്റെ വഴി ഞാൻ സ്വീകരിച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കും. എനിക്ക് നിയമം തന്നെയാണ് വലുത്. കാരണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമപരമായി നേരിടണമെന്ന് എനിക്ക് താല്പര്യമുള്ളത് കൊണ്ട് തന്നെയാണ്. ഈ പ്രചരണത്തിന് പിന്നിൽ ആരാണ്? ആരൊക്കെയാണ് ഇത് ചെയ്യുന്നത്? നിലവിൽ പ്രചരണം നടത്തിയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്? ആ വാട്സപ്പ് ഗ്രൂപ്പുകളുടെ സ്ക്രീൻഷോട്ടുകൾ, അതിലെ നമ്പറുകൾ ആരൊക്കെ ചുക്കാൻ പിടിച്ചോ, ഇതൊക്കെ എൻ്റെ കയ്യിൽ ഭദ്രമാണ്. ഇതൊക്കെ എൻ്റെ കയ്യിൽ സുരക്ഷിതമാണ്. പ്രചരണം നടത്തി എന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരുടെ ചിത്രങ്ങളും എൻ്റെ മനസ്സിൽ ഭദ്രമാണ്. തീർച്ചയായും മറുപടി നൽകുക തന്നെ ചെയ്യും. സാജൻ സ്കറിയോട് പറയുകയാണ്, എന്നെ വ്യക്തിപരമായി ആക്രമിച്ചോളൂ, പക്ഷേ എൻ്റെ പേരില് ഇപ്പോഴും പറയുന്നു, ഞാൻ നിങ്ങളുടെ കിടപ്പറയിൽ ഒളിക്യാമറ വെച്ചിട്ടില്ല. നിങ്ങളുടെ സ്വകാര്യതയിലേക്ക് ഞാൻ കടന്നു വന്നിട്ടില്ല. എന്റെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട സ്വകാര്യതയിലേക്ക് ആ പെൺകുട്ടി പരാതിപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് വാർത്ത കൊടുക്കാം. ആ പെൺകുട്ടിയുടെ പരാതിയിൽ FIR ആയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് വാർത്ത കൊടുക്കാം. പക്ഷേ ആ പെൺകുട്ടി കണ്ടത് നൗഫലിനെയാണ് പോലും. നൗഫൽ ആരാണ്? കോടതിയാണോ? പോലീസാണോ നൗഫല്? നൗഫൽ ആരാണ്? ഈ രാജ്യം ഭരിക്കുന്ന സർക്കാരാണോ? എന്തിനാ നൗഫലിനെ കാണുന്നത്? കാണേണ്ടത് ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെയല്ലേ? അവരെയല്ല കാണേണ്ടത്. നൗഫലിനെ കാണാൻ നൗഫൽ ആരാണ്? എന്നിട്ട് പറയാണ് സാജൻ സ്കറിയ, നൗഫൽ ഉളിയത്തടുക്കയോട് ആ പെൺകുട്ടി വളരെ ദയനീയമായി പൊട്ടിക്കരഞ്ഞ് സംസാരിച്ചു എന്ന്. കൃത്യമായ മറുപടി ഉണ്ട്. ഇവിടെ വെച്ച് അവസാനിക്കുന്നില്ല. വളരെ വസ്തുതാപരമായ തെളിവുകൾ എൻ്റെ കയ്യിൽ സുരക്ഷിതമാണ്. ആ തെളിവുകളെ മുന്നിൽ നിർത്തി തന്നെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വരും. അതിനു മുൻപ് ഇത്തരം തെറ്റിദ്ധാരണകളിൽ, ഇത്തരം വ്യാജ പ്രചരണങ്ങളിൽ വഞ്ചിതരായി പോയിട്ടുള്ള എന്നെ ഇഷ്ടപ്പെടുന്നവരെ, നിങ്ങൾ ഇത്തരം പ്രചരണങ്ങൾക്ക് ശക്തമായ മറുപടി നൽകുക. കാരണം നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൽ വിശ്വാസമുണ്ട് എങ്കിൽ മാത്രം. പെൺവാണിഭം എന്നൊക്കെ പറഞ്ഞ് ആളെ താപ്പാക്കുന്ന ഈ പരിപാടികളൊക്കെ നിങ്ങളുടെ ഓഫീസിനകത്ത് വെച്ചാൽ മതി. എൻ്റെ ഓഫീസിലെ ഏതോ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ആ വീഡിയോ കണ്ട് ഞാൻ പേടിച്ചു പോയി, അവൻ്റെ അടുത്ത് പെൺകുട്ടികൾ നിൽക്കുന്നുണ്ട് എന്ന്. സാജൻ സ്കറിയ, ഇത്തിരി കൂടിപ്പോയി. ഇത്തരം കളികളൊക്കെ നിങ്ങളുടെ ഓഫീസിനകത്തുള്ള ആളുകളോട് മതി എന്ന് ആർജവത്തോടെ പറയുകയാണ്. മര്യാദയ്ക്ക് ഞാൻ നിങ്ങളുടെ നല്ല രീതിയിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പിലേക്ക് വീഡിയോ അയച്ച സമയത്ത് സംസാരിച്ചിരുന്നു. പക്ഷേ നിങ്ങൾ അതൊന്നും കേട്ടിട്ടില്ല. മറുപടി തരിക തന്നെ ചെയ്യും. അക്കാര്യത്തിലൊന്നും യാതൊരു സംശയവും വേണ്ട. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.